നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. കാഞ്ഞങ്ങാട് കല്യാൺ റോഡിൽ ക്രഷർ മാനേജറെ തോക്കു ചൂണ്ടി ആക്രമിച്ച് പണം കവർന്ന കേസ് പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചു. കോഴിക്കോട്ടെ സ്വർണ്ണാഭരണ നിർമ്മാതാവിൽ നിന്ന് തട്ടിയെടുത്ത 150 ഗ്രാം സ്വർണവുമായി മുംബൈയിലേക്ക് രക്ഷപ്പെടുന്നതിനിടയിൽ 2 യുവതികൾ കാഞ്ഞങ്ങാട്ട് പിടിയിൽ. പിലിക്കോട് ഏച്ചിക്കോവലിൽ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന സ്ത്രീയുടെ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ജാഫർ എട്ടി, കണ്ണൂർ കതിരൂർ പൊക്കായ്മുക്ക് സ്വദേശി മുദസീർ എന്നിവരെയാണ് ചന്തേര പോലീസ് പിടികൂടിയത്. പ്രശസ്ത വാദ്യകലാകാരൻ മടിയൻ ഡെഞ്ചുമാരാർ വിടവാങ്ങി. കെട്ടിടത്തിനു മുകളിൽ നിന്ന് വീണ് ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. പുഴയിലെ ഉപ്പുവെള്ളം വീട്ടുപറമ്പിലെത്തി ആഴ്ചകളായി കെട്ടിക്കിടക്കുന്നതിന്റെ ദുരിതം പേറി നീലേശ്വരം നഗരസഭയിലെ തീരദേശ ഗ്രാമങ്ങൾ. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. നാടിന്റെ സമഗ്ര വികസനമാണ് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. കാഞ്ഞങ്ങാട് മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ പ്രൈമറി സ്കൂൾ കുട്ടികളുടെ വർണ്ണക്കുടാരത്തിന്റെ ഉദ്ഘാടനം നടന്നു. അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് 13, 14 തീയതികളിലായി നടക്കും. നോട്ടീസ് പുറത്തിറക്കി. കേളോത്ത് എക്കാൽ തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം സമാപിച്ചു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് കല്യാൺ റോഡിൽ ക്രഷർ മാനേജറെ തോക്കു ചൂണ്ടി ആക്രമിച്ച് പണം കവർന്ന കേസിൽ പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചു. പ്രതികൾ ഉപയോഗിച്ച തോക്ക് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഇത് കളിത്തോക്കാണെന്ന് പോലീസ് പറഞ്ഞു. മാവുങ്കാലിന് സമീപം ക്രഷർ മാനേജർ രവീന്ദ്രനെ തള്ളിയിട്ട ശേഷം തോക്കു ചൂണ്ടി 10 ലക്ഷം രൂപ കവർന്ന കേസിൽ റിമാൻഡിലുള്ള 4 പ്രതികളെ ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് 1 കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ബീഹാർ സ്വദേശികളായ ഇബ്രാൻ ആലം, മുഹമ്മദ് മാലിക്, മുഹമ്മദ് ഫാറൂഖ്, അസം സ്വദേശി ധനഞ്ജയ് ബോറ എന്നിവരെയാണ് കോടതി ഹോസ്ദുർഗ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ഇക്കഴിഞ്ഞ 5-ന് വൈകിട്ടാണ് മാനേജരെ ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും കവർന്നത്. മംഗളൂരുവിലേക്ക് രക്ഷപ്പെട്ട പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ ഹോസ്ദുർഗ് പോലീസ് പിടിച്ചിരുന്നു. രവീന്ദ്രനിൽ നിന്ന് പിടിച്ചുപറിച്ച ബാഗിൽ നിന്ന് പണമെടുത്ത ശേഷം അതിൽ തോക്കിട്ട് കോട്ടച്ചേരി റെയിൽവേ ഗേറ്റിനടുത്ത കുറ്റിക്കാട്ടിലേക്ക് എറിയുകയായിരുന്നു. അടഞ്ഞുകിടന്ന റെയിൽവേ ഗേറ്റിനടുത്ത് നിന്ന് ഇവർ സഞ്ചരിച്ച കാർ അന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 4 പേരെയും കല്യാൺ റോഡിലെ ക്രഷറിലും രവീന്ദ്രനെ ആക്രമിച്ച റോഡരികിലും എത്തിച്ച് ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ P. അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസം കോറയിലെ മാനേജർ 10,20,000 രൂപ കൊള്ളയടിച്ച ബീഹാർ ആസാം സ്വദേശികളെ ഞാൻ 2 ദിവസമായി കസ്റ്റഡിയിലെടുത്തിട്ട് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഇബ്രാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് വെച്ച് അവർ വാഹനം ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരെ ഒരു കാട്ടിലേക്ക് അവരുടെ ബാഗ് വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് അവർ ആ ബാഗ് എടുത്തു തരികയും അതിനകത്ത് നിന്ന് ഒരു തോക്ക്, ഒരു പിസ്റ്റൾ മോഡലിലൊരു കളിത്തോക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം മാനേജറുടെ കയ്യിലുണ്ടായിരുന്ന കീ, ചാർജർ, ഇതൊക്കെ ആ ബാഗിനകത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടെത്തി റിക്കവറി ചെയ്തിരിക്കുകയാണ്. 27 റിക്കവറിയാണ് ചെയ്തത്. ആ റിക്കവറി നമ്മളെ എവിഡൻസിലേക്ക് പ്രധാനപ്പെട്ടതാണ്. 4 പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇബ്രാനാണ് നമ്മളെ കൊണ്ടുപോയി ആ ബാഗ് കാണിച്ചു തന്നത്. അതോടൊപ്പം അവർ കൊണ്ടുവന്ന കാറിൽ നിന്നും അവരുടെ ഫുട് പ്രിൻ്റ് പുതുതായി കിട്ടിയിട്ടുണ്ട്. അതും നമ്മൾ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. 4 പേരെയും തെളിവെടുപ്പിന് ശേഷം ഇവരെ പ്രധാന സ്ഥലത്തേക്ക്, ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവരത് വിവരിച്ചു തന്നു. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ മാനേജർ റോബറിക്ക് ശേഷം റോഡിലേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അയാളെ അടിച്ച് താഴെ ഇടണം എന്നുള്ള ഒരു പദ്ധതി കൂടെ അവർക്കുണ്ടായിരുന്നു. അയാളെ തിരിച്ച് അതേ കോറയിലേക്ക് തന്നെ ഓടിച്ചിട്ടാണ് അവർ പോയത്. റോഡിലേക്ക് വന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ തലക്ക് അടിക്കാം എന്നുള്ള ഒരു പദ്ധതി വരെ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. എന്തായാലും നല്ല തെളിവുകൾ അവർക്കെതിരെ ശേഖരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. തോക്കു ചൂണ്ടിയ ഇബ്രാൻ ആലം, കാർ ഓടിച്ചിരുന്ന മുഹമ്മദ് ഫാറൂഖ് എന്നിവരെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെത്തിച്ചും തെളിവെടുത്തു.
1 മാസത്തിലേറെയായി നടന്ന ഗൂഢാലോചനയും പണം പകുത്തെടുത്ത ശേഷം നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചതുമെല്ലാം പ്രതികൾ പോലീസിനോട് പറഞ്ഞു. നഷ്ടപ്പെട്ട തുകയിൽ പകുതിയും അറസ്റ്റിലായ ഉടൻ പ്രതികളിൽ നിന്നും കണ്ടെടുത്തിരുന്നു. പ്രതികൾ കൃത്യത്തിനായി ഉപയോഗിച്ച കളിത്തോക്ക് സംഭവസ്ഥലത്തെ കുറ്റിക്കാട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ കൃത്യം നടന്ന പിറ്റേ ദിവസം തന്നെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും കണ്ടെത്തിയിരുന്നു. കർണാടക പോലീസ് മംഗലാപുരത്തു നിന്നും പ്രതികളെ പിടികൂടി ഹോസ്ദുർഗ് പോലീസിന് കൈമാറുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോഴിക്കോട്ടെ സ്വർണ്ണാഭരണ നിർമ്മാതാവിൽ നിന്ന് തട്ടിയെടുത്ത 180 ഗ്രാം സ്വർണവുമായി മുംബൈയിലേക്ക് രക്ഷപ്പെടുന്നതിനിടയിൽ 2 യുവതികൾ കാഞ്ഞങ്ങാട്ട് പിടിയിൽ. ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത്, CIP അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ സാഹസികമായി പിടികൂടിയത്. മുംബൈ ജോഗേശ്വാരി സമർസ് നഗറിലെ ശ്രദ്ധ രമേശ് എന്ന ഫിർദ, മുംബൈ വാദറ രഞ്ജുഗഡ് നഗറിലെ സൽമാ ഖാദർ ഖാൻ എന്നിവരെയാണ് ഹോസ്ദുർഗ് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത്, ഇൻസ്പെക്ടർ P അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് നല്ലളത്തെ ഹനീഫിന്റെ പരാതിയിൽ നല്ലളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ് ഇരുവരും. ഹനീഫ് ആഭരണ നിർമ്മാണ കമ്പനിയുടെ ഉടമയും ഗൾഫിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമയുമാണ്. ഗൾഫിൽ വെച്ചാണ് ശ്രദ്ധ എന്ന ഫിർദയുമായി ഹനീഫ് പരിചയത്തിലായത്. വ്യാഴാഴ്ച കോഴിക്കോട്ടെത്തിയ ഫിർദയും സൽമാ ഖാദറും പരാതിക്കാരനായ ഹനീഫയെ സന്ദർശിക്കുകയായിരുന്നു. 200 ഗ്രാം സ്വർണം വാങ്ങാൻ എന്ന പേരിലാണ് യുവതികൾ എത്തിയത്. 18 ലക്ഷം രൂപ നൽകി വാങ്ങിയ സ്വർണം മുംബൈയിൽ എത്തിച്ചാൽ 60,000 രൂപ ലാഭം കിട്ടുമെന്നാണ് യുവതികൾ പറയുന്നത്. എന്നാൽ പണം നൽകാതെ മുങ്ങുകയായിരുന്നുവെന്നാണ് ഹനീഫ നല്ലളം പോലീസിൽ നൽകിയ പരാതി. സംഭവത്തിൽ കേസെടുത്ത നല്ലളം പോലീസ് വിവരം ഉടൻ കണ്ണൂർ, കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവികളെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് കണ്ണൂർ പോലീസ് ദേശീയപാതയിലൂടെ കടന്നുപോയ മുഴുവൻ വാഹനങ്ങളെയും പരിശോധിക്കുകയും യുവതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. യുവതികൾ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് കാസർഗോഡ് പോലീസിന് ലഭിച്ച വിവരം. ഇതേ തുടർന്ന് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ഹോസ്ദുർഗ് സ്റ്റേഷനിലെ ജൂനിയർ SI വരുണിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സൗത്തിൽ വാഹന പരിശോധനയും ആരംഭിച്ചു. ബസ്സുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ഇതിനിടയിൽ കോഴിക്കോട് രജിസ്ട്രേഷനിലുള്ള ടാക്സി കാർ കാഞ്ഞങ്ങാട് നഗരത്തെ ലക്ഷ്യം വെച്ച് നീങ്ങി. കാറിന്റെ നീക്കത്തിൽ സംശയം തോന്നിയ SI ഈ വിവരം മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത്, ഇൻസ്പെക്ടർ P അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പുതിയകോട്ടയിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് കാർ പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി ജില്ലാ പോലീസ് മേധാവി ഒരു മെസ്സേജ് ഞങ്ങൾക്കൊക്കെ പാസ് ചെയ്തു. കോഴിക്കോട് ഭാഗത്ത് നിന്നും സ്വർണം മോഷണം ചെയ്ത് കാസർഗോഡ് ഭാഗത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം തൊട്ടടുത്ത ജില്ലകളിലും ഈ മെസ്സേജ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾ വളരെ നല്ല ചെക്കിങ്, വാഹന പരിശോധന നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൗത്തിൽ നല്ലൊരു പരിശോധനാ കേന്ദ്രം വെച്ചിരുന്നു. ആ പരിശോധിച്ച് വന്ന സമയത്ത് ബസ്സിലാണ് ഈ പ്രതികൾ വരുന്നതെന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. 2 സ്ത്രീകളാണ്. ആ സ്ത്രീകൾ ബസ്സിലാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ബസ്സാണ് സെർച്ച് ചെയ്തത്. പക്ഷേ ഞങ്ങൾ പുതിയകോട്ടയിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഞാനും ടീമും ഡിവൈഎസ്പിയും ഉണ്ടായിരുന്നു. മുഴുവൻ വാഹനങ്ങളും പരിശോധിച്ചു. അവസാനം കോഴിക്കോട് ജില്ലയിൽ നിന്ന് പറയുന്ന ഒരു ടാക്സി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഫോട്ടോയിൽ അയച്ചു തന്ന ആ സ്ത്രീയെ തിരിച്ചറിയുകയും അവരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുവന്ന് പരിശോധന നടത്തിയപ്പോൾ 6 പാക്കറ്റുകളിലായിട്ട് ഏകദേശം 200 ഗ്രാമിനടുത്ത് സ്വർണം കണ്ടെത്തി. നല്ലളം പോലീസിനെ വിളിച്ചറിയിച്ച് അവർ ഇവിടെ വന്നുകൊണ്ട് ആ 2 സ്ത്രീകളെയും കൂട്ടിക്കൊണ്ടുപോയി. അവർ മുംബൈ സ്വദേശിനികളാണ്. മുംബൈയിൽ നിന്ന് വരുന്ന ടീമായിരുന്നു. അവർ മാംഗ്ലൂർ എയർപോർട്ട് വഴി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്തായാലും ഹോസ്ദുർഗ് പോലീസ് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യും. ആ പ്രതികളെ പിടിച്ച് നല്ലളം പോലീസിനെ ഏൽപ്പിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. യാത്രക്കാരായ യുവതികളെ വനിതാ പോലീസിന്റെ സഹായത്തോടെ പരിശോധിക്കുകയും 200 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ കാഞ്ഞങ്ങാട്ടെത്തിയ നല്ലളം പോലീസ് യുവതികളെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പിലിക്കോട് ഏച്ചിക്കോവലിൽ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന സ്ത്രീയുടെ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ജാഫർ AT, കണ്ണൂർ കതിരൂർ പൊക്കായിമുക്ക് സ്വദേശി മുദസ്സിർ T എന്നിവരെയാണ് ചന്ദേര പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ഡിസംബർ 7-ന് പിലിക്കോട് ഏച്ചിക്കൂവൽ എന്ന സ്ഥലത്ത് റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന സ്ത്രീയുടെ കഴുത്തിലുണ്ടായിരുന്ന 1.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല ബൈക്കിൽ വന്ന് 2 പേർ പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം ചന്ദേര പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയും തുടർന്ന് ചന്ദേര പോലീസ് 300ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കോയമ്പത്തൂരിലെത്തുകയും അവിടെ നിന്നും ലഭിച്ച 50ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ പ്രതികളെ തിരിച്ചറിയുകയും പ്രതികളെ കോഴിക്കോട് വെച്ച് പിടികൂടുകയുമായിരുന്നു.
മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ജാഫർ ടി, കണ്ണൂർ കതിരൂർ പൊക്കായിമുക്ക് സ്വദേശി മുദസ്സിർ ടി എന്നിവരെയാണ് ചന്ദന പോലീസ് പിടികൂടിയത്. മോഷണം പോയ സ്വർണം കോഴിക്കോട് കമ്മത്ത് ലൈനിലെ ജ്വല്ലറിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്തിന്റെ മേൽനോട്ടത്തിൽ ചന്ദന ഇൻസ്പെക്ടർ പ്രശാന്ത് എം, സബ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ, സതീഷ് വർമ്മ, SCPO രഞ്ജിത് കുമാർ, രഞ്ജിത്ത് എം, സജിത്, CPO സുധീഷ്, ഹരീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രശസ്ത വാദ്യകലാകാരൻ മടിയൻ രഞ്ജുമാരാർ വിടവാങ്ങി. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. പ്രശസ്ത വാദ്യകലാകാരനും കേന്ദ്ര സർക്കാരിന്റെ വാദ്യനിപുണ അവാർഡ് ജേതാവുമായ മടിയൻ രഞ്ജുമാരാർ അന്തരിച്ചു. പുതിയ കോട്ടയിലെ കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. വാദ്യകലയിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഡൽഹി പൂരത്തോടനുബന്ധിച്ച് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി വാദ്യനിപുണ പുരസ്കാരം രഞ്ജുമാരാർക്ക് സമർപ്പിച്ചിരുന്നു. കൂടാതെ വാദ്യകലയിൽ 25 വർഷം പൂർത്തിയാക്കിയ രഞ്ജുമാരാറെ വാദ്യകുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മടിയൻകൂലം ക്ഷേത്രത്തിൽ നിന്നും സുവർണ പതക്കം നൽകി ആദരിച്ചിരുന്നു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ് തുടങ്ങി വിവിധ സന്നദ്ധ സംഘടനകൾ, കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി തുടങ്ങിയ ഒട്ടേറെ കൂട്ടായ്മയിൽ ഭാരവാഹിയുമാണ്. ജീവകാരുണ്യ മേഖലയിലും മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിയായിരുന്നു. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു രഞ്ജുമാരാർ. പരേതനായ കുറുവേരി നാരായണ മാരാരുടെയും മടിയൻ കോമളത്തിന്റെയും മകനാണ്. സഹോദരൻ മടിയൻ ബിജു മാരാർ. പുഴയിലെ ഉപ്പുവെള്ളം വീട്ടുപറമ്പുകളിൽ എത്തി ആഴ്ചകളായി കെട്ടിക്കിടക്കുന്നതിന്റെ ദുരിതം പേറുകയാണ് കാസർഗോഡ് നീലേശ്വരം നഗരസഭയിലെ തീരദേശ ഗ്രാമങ്ങൾ. പ്രശ്നത്തിന് അടിയന്തര പരിഹാര നടപടികൾ ആവശ്യപ്പെടുകയാണ് നാട്ടുകാർ. നീലേശ്വരം പുഴയോട് ചേർന്ന് കിടക്കുന്ന പുറത്തേക്ക് പ്രദേശത്ത് മാത്രം 85ഓളം വീട്ടുപറമ്പുകളിലേക്ക് വേലിയേറ്റത്തിൽ പുഴവെള്ളം എത്തിയിരിക്കുകയാണ്. നീലേശ്വരം നഗരസഭയിലെ പുഴയോട് ചേർന്ന് കിടക്കുന്ന പുറത്തേക്കൈ ദ്വീപിൽ തേജസ്വിനി പുഴയിൽ നിന്നാണ് വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം വീട്ടുവളപ്പിലേക്ക് കയറുന്നത്. പുഴയിൽ നിന്ന് കയറി വന്ന ഉപ്പുവെള്ളം വീട്ടുമുറ്റം വരെ എത്തിയിരിക്കുകയാണ്. പറമ്പുകളിൽ ഉപ്പുവെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് 3 ആഴ്ചയിലേറെയായി. മുൻകാലങ്ങളിൽ ഇല്ലാത്ത ദുരിതാവസ്ഥയാണ് ഇതെന്ന് പ്രദേശവാസികൾ പറയുന്നു. നീലേശ്വരം നഗരസഭയിലെ തീരദേശ വാർഡുകളായ പുറത്തേക്കൈ, കടിഞ്ഞിമൂല പ്രദേശങ്ങളിലെ 100 കണക്കിന് കുടുംബങ്ങളാണ് ഇതോടെ ദുരിതത്തിലായത്. ഉപ്പുവെള്ളം കാരണം കൃഷിയിടങ്ങൾ നശിക്കുകയാണ്. ചെളിയും ദുർഗന്ധവും പ്രാണിശല്യവും വർദ്ധിച്ച് വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. നമുക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഉപ്പുവെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. രാവിലെ എനിക്ക് വെളുത്ത് കൊട്ടാകെ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് പശുവിനൊന്നും കഴിയുന്നില്ല കട്ടാൻ വേണ്ടിയിട്ട്. എല്ലാം ബുദ്ധിമുട്ടാണ്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കുടിവെള്ളം എല്ലാം ഉപ്പുവെള്ളമായിട്ട് വരുന്നു. ഇപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട്. എല്ലാം നഷ്ടപ്പെട്ടു. മുറ്റത്താണെങ്കിൽ ഒന്നുമില്ല. കുറേ പ്രാവശ്യമായി ഈ പ്രാവശ്യം വരുന്നു. അല്ലെങ്കിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം വന്ന് പോകലുണ്ട്. ഇപ്പോൾ ഇടക്കിടക്കേ വരുന്നുണ്ട് വെള്ളം. ഞങ്ങളൊന്നും ജീവിതകാലത്ത് ഇങ്ങനെ ഒരു ഉപ്പുവെള്ളം കയറുന്നുണ്ടായില്ല. എന്ന് വെച്ചാൽ ഭയങ്കരം. ഇപ്പോൾ വീട് ഈ പുറത്തേക്ക് 80 വീടുണ്ട്. ഇവിടെ വെച്ചാൽ കുടിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പം നീലേശ്വരം ഹൈവേ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് നീലേശ്വരം പാലം നിർമ്മിക്കുന്നതുകൊണ്ട് അവിടെ ഒരു ബണ്ട് കെട്ടിയിട്ടുണ്ട്. ആ ബണ്ട് അവിടെ കെട്ടിയതുകൊണ്ട് വെള്ളം അങ്ങോട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ പാലായി അണക്കെട്ട് വന്നതിന് ശേഷം വെള്ളം ആ കിഴക്കൻ ഭാഗത്തേക്ക് അല്ലെങ്കിൽ പിന്നെ പെരുമ്പട്ട, കുന്നംകൈ ഭാഗത്ത്, കയ്യൂർ ഭാഗത്തേക്കെല്ലാം ഈ വെള്ളം പോകുന്നതാണ്. അപ്പോൾ അവിടെ തടയാണ് കെട്ടിയതുകൊണ്ട് വെള്ളം അവിടെയും സ്റ്റോപ്പ്. ഇപ്പോൾ ഈ പ്രദേശത്തെ വെള്ളം കെട്ടി പൊന്തിയാണ് ചെയ്യുന്നത്. അതുകൂടാണ്ട് ഇപ്പം ഈ പുഴയിൽ നിന്ന് മണലെടുക്കുന്നുണ്ടല്ലോ. പുഴയിൽ നിന്ന് മണലെടുക്കുന്നതുകൊണ്ട് ഈ കരപ്രദേശം മുഴുവൻ താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അസുഖം വരുന്നുണ്ട്. ഇപ്പം പിന്നെ കൊതുകിന് ശല്യം ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഇതിൽ അധികം ഈ കൊതുകിന് ശല്യമാണ്. ഇപ്പം ഈ ത്വക്ക് രോഗം, അതുപോലെ പിന്നെ ഇങ്ങനത്തെ രോഗങ്ങൾ കൂടുതലുണ്ട്. പിന്നെ ഒന്നാമത് ക്യാൻസർ രോഗികളൊരു അധികം വലിയൊരു മേഖലയാണ് ഈ തീരദേശ മേഖല. ക്യാൻസർ ഒരു 10 വീട് ഒരാൾ ക്യാൻസർ രോഗി, അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നീലേശ്വരം പുഴയുടെ പല ഭാഗത്തും ബണ്ടുകൾ നിർമ്മിച്ചത് ഉപ്പുവെള്ളം വീട്ടുപറമ്പുകളിൽ എത്തുന്നതിന് പ്രധാന കാരണമായി. പുഴയോരത്തോട് ചേർന്നുള്ള സ്ഥലത്ത് പാർശ്വഭിത്തികൾ ഇല്ലാതായിട്ട് 20 വർഷത്തോളമായി. തൈക്കടപ്പുറം മുതൽ നീലേശ്വരം പാലം വരെ പാർശ്വഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനാകൂ. ഈ കാര്യം ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും നടപടിയൊന്നുമായില്ല. 40ഓളം ഹൗസ് ബോട്ടുകളാണ് തേജസ്വിനി പുഴയിൽ സർവീസ് നടത്തുന്നത്. ഇവയിൽ നിന്നുള്ള മാലിന്യങ്ങളും മറ്റും പുഴയിലേക്ക് വലിച്ചെറിയുന്നത് കാരണം വേലിയേറ്റ സമയത്ത് ഇവ ദ്വീപിലെ വീടുകളിലേക്കാണ് എത്തുന്നത്. പാർശ്വഭിത്തിയില്ലാത്തതിനാൽ ഹൗസ് ബോട്ടുകൾ കടന്നുപോകുമ്പോൾ തിരകൾ അടിച്ചുകയറി വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യവും നിലനിൽക്കുന്നു.
നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ പ്രദേശം സന്ദർശിച്ചിരുന്നു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് ദ്വീപ് നിവാസികൾ. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ അവതരിപ്പിച്ചു. നെറ്റ് സീറോ കാർബൺ പ്രവർത്തന പരിപാടി പൂർത്തീകരിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കും. ഫലവൃക്ഷ സമൃദ്ധമായ മടിക്കൈ പ്രധാന കേന്ദ്രങ്ങളിൽ CCTV സ്ഥാപിക്കും. TS തിരുമുമ്പ് സാംസ്കാരിക സമുച്ചയത്തെ മുൻനിർത്തി മടിക്കൈ ടൂറിസ്റ്റ് സർക്യൂട്ടിന് നേതൃത്വം നൽകും. മടിക്കൈയുടെ ടൂറിസം സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്തും വിധമുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. മടിക്കൈ പഞ്ചായത്ത് പരിധിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് ഹോം സ്റ്റേ പദ്ധതി നടപ്പിലാക്കും. ടൂറിസ്റ്റുകൾക്കുൾപ്പെടെ ഭക്ഷണ താമസ സൗകര്യം കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കും. ഇതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെബ്സൈറ്റ് സ്ഥാപിക്കും. ഈ പ്രവൃത്തി മടിക്കൈ ടൂറിസ്റ്റ് സർക്യൂട്ടിന് കരുത്ത് നൽകുമെന്നാണ് പ്രതീക്ഷ. ഗ്രാമീണതയെ സംരക്ഷിച്ചുകൊണ്ട് മടിക്കൈ മോഡൽ ടൗൺഷിപ്പിന് നേതൃത്വം നൽകും. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് മടിക്കൈക്കുള്ള ഒരു സമരതീഷ്ണതയുണ്ട്. ഉത്സവാഘോഷങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ജാതിമതബോധത്തിന്റെയും വിളനിലമായിട്ടും ഈ നാട് വിപ്ലവത്തെ നെഞ്ചിലേറ്റിയതിനുള്ള കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഭൂമിയിൽ വിത്തായി മുളക്കുകയും അത് ബഹുസ്വര സമൂഹത്തിന്റെ തനതായി മാറുകയും പ്രതിരോധത്തിന്റെ പുതിയ വിവേകങ്ങളിലേക്കും അതുപോലെ ചിന്തയിലെ പുതിയ ആകാശങ്ങളിലേക്കും അവർ വഴി നടക്കാൻ പ്രേരണയായി മാറുകയും ചെയ്തിട്ടുണ്ടെന്ന് മടിക്കൈയുടെ പ്രത്യേകതയാണ്. പഞ്ചായത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവ് വിളക്ക് സ്ഥാപിക്കാൻ ആവശ്യമായ പദ്ധതികളും ആവിഷ്കരിക്കും. പ്രീ പ്രൈമറി അംഗൻവാടി ഫെസ്റ്റ്, പ്രീ പ്രൈമറി കുട്ടികളുടെ സർഗ്ഗശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കലാ മത്സരങ്ങൾ സംഘടിപ്പിക്കും. കാസർഗോഡിന്റെ തനത് രുചിച്ചറിയാൻ കഴിയുന്ന നിലയിൽ കുടുംബശ്രീയെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെയും സന്നദ്ധ സംഘടനകളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള മടിക്കൈ ഭക്ഷ്യമേള സംഘടിപ്പിക്കും. അന്യം നിന്നു പോകുന്ന ഗോത്ര ഊര ഭക്ഷ്യക്രമങ്ങളെ പരിചയപ്പെടുത്തുന്ന നിലയിലായിരിക്കും പരിപാടി. യോഗത്തിൽ മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പ്രീത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് KV. ശ്രീലത, പഞ്ചായത്ത് ഓംബുഡ്സ്മാൻ നിസാർ, 1-ാം വാർഡ് അംഗങ്ങളായ A. വേലായുധൻ, N. ബാലകൃഷ്ണൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് M. രാജൻ, V. കുട്ട്യൻ, ബാലചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ബിജു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മടിക്കൈ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാട് മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ പ്രൈമറി സ്കൂൾ കുട്ടികളുടെ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നടന്നു. E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു.
കാഞ്ഞങ്ങാട് മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ സൗഹൃദവും അനുഭവാധിഷ്ഠിതവുമായ ശാസ്ത്രീയ പ്രീ സ്കൂളിംഗ് സംവിധാനമൊരുങ്ങി. പ്രീ പ്രൈമറി സ്കൂൾ കുട്ടികളുടെ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ഇ. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് അൺഎയ്ഡഡ് മേഖലയിലുള്ള വിദ്യാലയങ്ങൾ വളർച്ചു വരികയും ഒരുപാട് എണ്ണം പുതുതായി വരികയും അവിടെ വലിയ തോതിൽ പാവപ്പെട്ട ആളുകളുടേതോ പണക്കാരുടേതോ എന്നൊന്നും നോക്കാതെ കുട്ടികൾക്ക് വലിയ ഫീസ് ചുമത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കാൻ ആവശ്യമായ വിധത്തിൽ സൗജന്യ വിദ്യാഭ്യാസമാണ് കേരളത്തിൽ ഇപ്പോൾ വർഷങ്ങളായി നടപ്പാക്കുന്നത്, ഹയർ സെക്കൻഡറി തലം വരെ. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് SSK DPC VS ബിജുരാജ് പദ്ധതി വിശദീകരണം നടത്തി. കാസർഗോഡ് DDE TV മധുസൂദനൻ 1ാം ക്ലാസ് പ്രവേശനം ഫോറം ഏറ്റുവാങ്ങി. റോജി ജോസഫ്, രഘുറാം ഭട്ട്, പ്രകാശൻ T, രഞ്ജിത്ത് KP, അരവിന്ദ K, സുനിൽകുമാർ M, നാരായണൻ EB, ദിലീപ് കുമാർ KM, അബ്ദുൽ സലാം MH, രാജശ്രീ K. മീന, കൃഷ്ണൻ മാസ്റ്റർ, ഷീബ ഉമർ, ദാമോദരൻ A, KV ലക്ഷ്മി, വിശ്വനാഥൻ K, MV രാഘവൻ, PV ബാലകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. പ്രധാന അധ്യാപിക അനിത M സ്വാഗതവും PTA പ്രസിഡന്റ് രാജീവൻ M നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ പുതിയ കണ്ടം അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് 13, 14 തീയതികളിലായി നടക്കും. മഹോത്സവത്തിന്റെ ഭാഗമായി നോട്ടീസ് പുറത്തിറക്കി. മാവുങ്കാൽ പുതിയ കണ്ടം അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാന പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് 13, 14 തീയതികളിൽ നടക്കും. മഹോത്സവത്തിന് മുന്നോടിയായി മാർച്ച് 27 സനോപ് ജ്യോത്സ്യർ മാങ്ങാട് നടയിൽ രാശിചിന്ത നടത്തും. ഉത്സവവുമായി ബന്ധപ്പെട്ടിറക്കിയ നോട്ടീസ് കാവ് കാരണവർ ചന്ദ്രബാബു മേലെടുക്കത്തിന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഭരതൻ കണ്ടത്തിൽ, വിനോദ് K എന്നിവർ നൽകി. നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം രതീഷ് അദിയാമ്പൂരിന് നൽകി. ചന്ദ്രബാബു മേലെടുക്കം, രാജു പാണത്തൂർ എന്നിവർ നിർവഹിച്ചു. രമേശൻ പുതിയകണ്ഠം ഉത്സവാഘോഷത്തെക്കുറിച്ച് വിശദീകരിച്ചു. പുതിയകണ്ഠം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് പ്രഥമ പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് 13, 14 തീയതികളിൽ ആഘോഷിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുവരെ കാവൽ നടത്തിയിരിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ച് ദേവഹിതം അറിയാൻ വേണ്ടിയിട്ട് മാർച്ച് 17 തീയതി ഒരു രാശിചിന്ത നടത്തുന്നുണ്ട്. അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ആദരവോടും സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ പ്രതിഷ്ഠാദിന ചടങ്ങുകളും കൂടാതെ ഭോജനശാലയുടെ നിർമ്മാണത്തിന് ആവശ്യമുള്ള ഫണ്ട് ശേഖരണത്തിന് വേണ്ടിയിട്ട് ധനശേഖരണാർത്ഥം ഒരു നറുക്കെടുപ്പ് ലക്കിടിപ്പ് വിതരണം ചെയ്യുന്നുണ്ട്. അത് നമ്മൾക്കത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് UAE കമ്മിറ്റിയാണ് അടിയാർക്കാവ്. അതുപോലെ നോട്ടീസ് നമുക്ക് അടിച്ചു തന്നിരിക്കുന്നത് ക്രൗൺ മെറ്റൽ ക്രാഫ്റ്റ് കാഞ്ഞങ്ങാടാണ്. ചടങ്ങിൽ മോഹൻദാസ് അടിയാർക്കാവ്, കുഞ്ഞിരാമൻ കുറ്റിയാട്ട്, ഭാസ്കരൻ നത്തിക്കോത്ത്, അനിൽകുമാർ, സുനിൽകുമാർ, ഹരീഷ്, നന്ദു, കൃഷ്ണമണി, ബാലചന്ദ്രൻ, നാരായണൻ കൊള്ളിക്കാട്, രതീശൻ മാവുങ്കാൽ, കൃപാ ഭരതൻ, സാവിത്രി K, സ്വപ്ന, ശോഭ, രമണി, ശാരദ, രാധിക, മൈഥിലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കേളൂത്ത് എക്കാൽ തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തിന് സാക്ഷ്യം വഹിച്ചു. വയനാട്ടുകുലവൻ മറക്കളം സന്നിധിയിൽ നിറഞ്ഞുറഞ്ഞാടി ഭക്തമാനസങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പ്രസിദ്ധമായ അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന എക്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 160 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടന്നത്. തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ സമാപന ദിനത്തിൽ രാവിലെ കാർന്നോൻ തെയ്യം അരങ്ങിലെത്തി. തുടർന്ന് കോരച്ചൻ തെയ്യവും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കണ്ടനാർക്കേളം തെയ്യം അരങ്ങിലെത്തിയത്. വൈകിട്ടോടെ വയനാട്ടുകുലവൻ തെയ്യം മറക്കള സന്നിധിയിലെത്തി നിറഞ്ഞുറഞ്ഞാടി ഭക്തമാനസങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു.
പരമപവിത്രമായ ചൂട്ടൊപ്പിക്കൽ ചടങ്ങ് നടന്നു. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത്. തുടർന്ന് വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തി. രാത്രിയിൽ നടന്ന മറപിളർക്കൽ ചടങ്ങോടുകൂടിയാണ് വയനാട്ടുകുലവൻ തീയിങ്കെട്ട് മഹോത്സവത്തിന് സമാപനം കുറിച്ചത്. തുടർന്ന് കൈവീതും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂരിലെ അംശങ്ങളിൽ പ്രമുഖമായ കൊയോങ്കരയുടെ പ്രാദേശിക ചരിത്രം ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന സുവനീർ അടുത്ത മാസം പുറത്തിറങ്ങും. തൃക്കരിപ്പൂർ കൊയോങ്കര കുവാരത്ത് തറവാട് അയ്യംവളപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ 17 വർഷങ്ങൾക്കു ശേഷം നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് സുവനീർ ഒരുങ്ങുന്നത്. കൊയോങ്കരയിലുള്ള 3 പ്രമുഖ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നു പോന്ന ചരിത്ര പശ്ചാത്തലം, അയ്യംവളപ്പ് ഭഗവതി ക്ഷേത്രത്തിന്റെ ചരിത്രം, പാടശേഖരത്തിലെയും അല്ലാതെയുമുള്ള കൊയോങ്കരയിലെ കാർഷിക ചരിത്രം ഉൾപ്പെടെ പ്രാദേശിക ചരിത്ര രചനയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന രേഖപ്പെടുത്തലുകൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 110 പേജ് വരുന്ന സുവനീറിന്റെ മുഖചിത്രം പുറത്തിറക്കി. പ്രമുഖ ശില്പിയും ചിത്രകാരനുമായ രവീന്ദ്രൻ തൃക്കരിപ്പൂരാണ് മുഖചിത്രം ഒരുക്കിയത്. ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രമുഖ സംഗീതജ്ഞനും ക്ഷേത്രകലാ അക്കാദമി ചെയർമാനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സംഘാടക സമിതി ചെയർമാൻ പി ശശിധരന് മുഖചിത്രം കൈമാറി പ്രകാശനം ചെയ്തു. കല കാ എന്ന് പറഞ്ഞാൽ സംസ്കൃതാക്ഷരത്തിൽ കാ എന്നതിൻ്റെ അർത്ഥം വെൻ, വേർ, വൈ, ഹൂ എന്നൊക്കെ അർത്ഥമാണ്. എന്ത്, എപ്പോഴും, എവിടെ, ആര് എന്നല്ല. അതിൻ്റെ ഉത്തരമാണ് ലായിലുള്ളത്. ആത്മസൗഹൃദം, ഇഴുകിച്ചേരൽ, പരമാനന്ദം, ആനന്ദം, ഇതാണ് ലാ. അപ്പം നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് എന്താണോ അതാണ് കല. അദ്ദേഹത്തിൻ്റെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഞാനൊരു വസ്തുവിന് കൊള്ളാത്തതാണ്. എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറയുന്നതോടെ നിങ്ങളൊന്നും ധരിക്കാൻ പാടില്ല. സംഗീതം പഠിച്ചാൽ തീരാത്തതാണ്. ഏത് കലകളും. സംഗീതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ് സംഗീതം. അത് മ്യൂസിക് എന്ന വീടിൽ തന്നെ അത് നിറഞ്ഞു കിടക്കുന്നുണ്ട്. മുഖ്യാതിഥികളെ സംഘാടക സമിതി ഭാരവാഹികളായ കെ കുഞ്ഞിരാമൻ, പി ശശിധരൻ എന്നിവർ പൊന്നാടയണിയിച്ചു. സുവനീർ കമ്മിറ്റി ചെയർമാൻ എ വി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, രവീന്ദ്രൻ തൃക്കരിപ്പൂർ, സുവനീർ എഡിറ്റർ ചന്ദ്രൻ മുട്ടത്ത്, പി ശശിധരൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ കെ ശശി, വൈസ് ചെയർമാൻ പി രാഘവൻ നായർ, സുവനീർ കമ്മിറ്റി കൺവീനർ കെ രാജൻ, കോർഡിനേറ്റർ എം നാരായണൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നേരത്തെ നടത്തിയ ചിത്രരചനാ മത്സരത്തിലെ വിജയികളായ പി വി അർത്ഥന, സൂര്യജിത്ത് ചെറിയാക്കര, അശ്വന്ത് അജിയൻ, എ വി അപർണ എന്നിവരെ അനുമോദിച്ചു. ഏപ്രിൽ 17 മുതൽ 21 വരെ തീയതികളിലാണ് അയ്യംവളപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം നടക്കുക. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഹിന്ദു ഐക്യവേദി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൺവെൻഷൻ നടന്നു. കുടുംബസംഗമവും സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മാവുങ്കാൽ കല്യാൺ റോഡിൽ സംഘടിപ്പിച്ച ഹിന്ദു ഐക്യവേദി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. പുലയ സമൂഹത്തിൽ ഒരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ പല പേരുണ്ടെങ്കിലും പറയാൻ പേരുകളുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങൾക്കും നേതാക്കന്മാരുണ്ട്. പക്ഷെ പൊതു ഹിന്ദു സമൂഹത്തിന് ആര്? ഇത് നാം അനുഭവിച്ച ഒരു പ്രശ്നമാണ്. നിലയ്ക്കൽ ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കുന്നില്ല. നിലയ്ക്കൽ പ്രശ്നമൊക്കെ പതുക്കെ പിന്നെ മുന്നോട്ട് പോയി. നമ്മൾ ശക്തമായി ഇടപെട്ടു. ഒട്ടനവധി സമരങ്ങൾ നടത്തി. സന്യാസിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ജയിലിൽ പോയി. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി കമ്മിറ്റി പ്രസിഡന്റ് വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളുടെ പ്രഖ്യാപനം ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജി നിർവഹിച്ചു. മുനിസിപ്പാലിറ്റിയിൽ കലാകായിക, കാർഷിക, ക്ഷീരമേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട്, രാജൻ കൊയങ്കര, സുധാകരൻ കൊള്ളിക്കാട്, ഓമന മുരളി, വിജയൻ കൃഷ്ണമന്ദിർ, പ്രകാശൻ പറശ്ശിനി, അജയകുമാർ നെല്ലിക്കാട്ട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്.
Mansoor Hospital and School of Nursing, Kanjangad. Phone 046722027070. 7 Lives. Mansoor Hospital. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. നാലിന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ പതിറ്റാണ്ടായി നിശബ്ദ സേവനം നടത്തിവരുന്ന വ്യത്യസ്തരായവർക്ക് തൃക്കരിപ്പൂർ ടൗൺ JCCന്റെ നേതൃത്വത്തിൽ ആദരവൊരുക്കി. തൃക്കരിപ്പൂർ ടൗണും പരിസരവും വൃത്തിയാക്കി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന TV ഓമന, ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വേറിട്ട മാതൃകയായ KU രാംദാസ് എന്നിവരെയാണ് ആദരിച്ചത്. 71 വയസ്സിലും പ്രതിഫലം ചോദിക്കാതെ തൃക്കരിപ്പൂർ ടൗണിലെയും പരിസരങ്ങളിലെയും പൊതുശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായ TV ഓമന തൃക്കരിപ്പൂരുകാർക്ക് ചിരപരിചിതയാണ്. അതുപോലെ തന്നെയാണ് ക്യാൻസർ രോഗികളും നിരാലംബരുമായവർക്കും മരുന്നും സഹായങ്ങളും വർഷങ്ങളായി എത്തിച്ചു വരുന്ന തൃക്കരിപ്പൂർ കക്കുന്നത്തെ KU രാമദാസും. ഇരുവരെയുമാണ് തൃക്കരിപ്പൂർ ടൗൺ JCCന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. JC ഹാളിൽ നടന്ന ചടങ്ങിൽ JCS 19 സോൺ വൈസ് പ്രസിഡന്റ് V രഞ്ജിത്ത് ഉപഹാരം നൽകി. JCS പ്രസിഡന്റ് രേഷ്മ വിജു അധ്യക്ഷത വഹിച്ചു. ആദരവ് ഏറ്റുവാങ്ങുന്നവരെ JCS ദേശീയ പരിശീലകൻ സജിത് പലേരി പരിചയപ്പെടുത്തി. പ്രോഗ്രാം ഡയറക്ടർ VM രഞ്ജിത്ത്, സെക്രട്ടറി AK ഷഹാന എന്നിവർ സംസാരിച്ചു. മികവാണ് വ്യക്തികളെ ഓർമ്മിക്കത്തക്കതാകുന്നത്. ഏത് ജോലിയാണ് അങ്ങനെയാണെങ്കിൽ ഒരു ജോലിയും നമുക്ക് അന്യമല്ല എന്ന് വിളിച്ചോതിക്കൊണ്ട് തന്റെ സ്വന്തം പ്രവൃത്തി എന്തു തന്നെയാണെങ്കിലും അത് ഏറ്റവും മഹത്തരമായിട്ട് നമ്മൾ എന്തെങ്കിലും എന്തു ചെയ്താലും പ്രതിഫലം കാക്ഷിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ പഞ്ചായത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ വൃത്തിയാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനോ ഒരു തരത്തിലുള്ള പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് ഓർഗനൈസ് വർക്ക് ചെയ്യുന്നത്. ആദരവേറ്റുവാങ്ങിയ TV ഓമന, KU രാമദാസ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് ഇഫ്താർ വിരുന്നും നടന്നു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉന്നത വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് ക്ഷേമനിധി ജില്ലാ ഓഫീസിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവരുടെ മക്കളിൽ ഉന്നത വിദ്യാഭ്യാസ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയവർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് ക്ഷേമനിധി ജില്ലാ ഓഫീസിൽ നടന്ന ചടങ്ങ് കേരള കർഷക തൊഴിലാളി ബോർഡ് ചെയർമാൻ N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ബംഗളം കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KV കുഞ്ഞിരാമൻ, M കുമാരൻ, A വാസുദേവൻ നായർ, VV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബിരുദം, പ്രൊഫഷണൽ ഡിഗ്രി, PG, പ്രൊഫഷണൽ PG, TTC, ITI, പോളിടെക്നിക്, പാരാമെഡിക്കൽ കോഴ്സുകൾ, B.Ed തുടങ്ങിയ കോഴ്സുകളിൽ ആദ്യ ചാൻസിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച ജില്ലയിലെ 21 വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൊതുവിദ്യാലയങ്ങളിലെ വിഭിന്നശേഷി കുട്ടികളെ കണ്ടെത്തി സവിശേഷ പിന്തുണ നൽകുവാൻ അധ്യാപകരെ പ്രാപ്തരാക്കുന്നതിനായി ദ്വിദിന പരിശീലനവുമായി സമഗ്ര ശിക്ഷ കേരളം. ചെറുവത്തൂർ സബ് ജില്ലയിലെ അധ്യാപകർക്കുള്ള പരിശീലനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുനത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിയുള്ളവരെ കൂടി ഉൾക്കൊള്ളുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ ആവശ്യകതയും പ്രാധാന്യവും ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയും ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിനും സാമൂഹിക പങ്കാളിത്തത്തിനും വിദ്യാഭ്യാസത്തിനും വിഘാതമാകുന്ന വെല്ലുവിളികളെയും തടസ്സങ്ങളെയും തിരിച്ചറിഞ്ഞ് പരിഹാര പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് അധ്യാപകർക്ക് ദ്വിദിന പരിശീലനം ഒരുക്കിയിരിക്കുന്നത്. ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ അനുയോജ്യമായ ഇടപെടൽ നടത്തുന്നതിലൂടെ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ഫലപ്രദമാക്കുന്നതിനുള്ള പ്രായോഗിക തന്ത്രങ്ങൾ പരിശീലനത്തിൽ രൂപീകരിക്കും. ചെറുവത്തൂർ സബ് ജില്ലയിലെ അധ്യാപകർക്കുള്ള ദ്വിദിന പരിശീലനം BRC ഹാളിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു. ആ കുട്ടികളെ മാറ്റി നിർത്തുമ്പോൾ ആ കുട്ടികളോട് നമ്മൾ ചെയ്യുന്ന അനീതി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. പ്രത്യേകിച്ച് അധ്യാപകരാകുന്ന നമ്മൾ ഒരു രാഷ്ട്ര നിർമ്മാതാക്കൾ കൂടി ആകുമ്പോൾ ഇവർ കൂടി രാഷ്ട്രത്തിൻ്റെ ഭാഗധേയമല്ലേ എന്നുള്ളത് നമ്മൾ തൽക്കാലത്തേക്ക് മറന്നു പോകുന്നുണ്ട്. അത്തരം കുട്ടികളുടെ രക്ഷാകർത്താക്കളായവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയിൽ, ജില്ലയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ 2 ദിവസം എറണാകുളത്ത് നടന്ന ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്തൊരു അധ്യാപകനാണ് ഞാൻ. ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ A പ്രസന്ന അധ്യക്ഷത വഹിച്ചു.
ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ VV സുബ്രഹ്മണ്യൻ ചടങ്ങിൽ സംബന്ധിച്ചു. പി രാജഗോപാലൻ, യു സതീശൻ മാസ്റ്റർ, പി സനീപ് കുമാർ, കെ രേണുക, ഷിബിമോൾ TV, നിമിത KU എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജോയിന്റ് കൗൺസിൽ മഞ്ചേശ്വരം മേഖലാ സമ്മേളനം TV തോമസ് ഹാളിൽ നടന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം A ഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെയും അധ്യാപകരുടെയും 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരം മേഖലാ സമ്മേളനം നടന്നു. ജീവനക്കാരുടെയും അധ്യാപകരുടെയും 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മഞ്ചേശ്വരം TV തോമസ് ഹാളിൽ ചേർന്ന സമ്മേളനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം A ഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. സംഘടനയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് ചേർന്ന 54ാം വാർഷിക സംസ്ഥാന സമ്മേളനം എടുത്ത സംഘടനാപരമായ ക്രമപ്പെടുത്തൽ മാത്രമല്ല, കേരളത്തിലെ സിവിൽ സർവീസ് മേഖല നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെ നമ്മുടെ സംസ്ഥാന സമ്മേളനം പങ്കുവച്ച നിരവധിയായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നാം എടുത്ത തീരുമാനങ്ങൾ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ മേഖലാ പ്രസിഡന്റ് സുഷമ റാവു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റിയാസ് ഹുസൈൻ സ്വാഗതം പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് E മനോജ് കുമാർ ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ, ജില്ലാ സെക്രട്ടറി ബിജുരാജ് CK, ജില്ലാ വൈസ് പ്രസിഡന്റ് AV രാധാകൃഷ്ണൻ, സുരേഷ് ബാബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ, ധനേഷ്, വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ആമിന എന്നിവർ സംസാരിച്ചു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് കല്യാൺ റോഡിൽ ക്രഷർ മാനേജറെ തോക്കു ചൂണ്ടി ആക്രമിച്ച് പണം കവർന്ന കേസ് പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചു. കോഴിക്കോട്ടെ സ്വർണ്ണാഭരണ നിർമ്മാതാവിൽ നിന്ന് തട്ടിയെടുത്ത 150 ഗ്രാം സ്വർണവുമായി മുംബൈയിലേക്ക് രക്ഷപ്പെടുന്നതിനിടയിൽ 2 യുവതികൾ കാഞ്ഞങ്ങാട്ട് പിടിയിൽ. പിലിക്കോട് ഏച്ചിക്കോവലിൽ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന സ്ത്രീയുടെ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ജാഫർ എട്ടി, കണ്ണൂർ കതിരൂർ പൊക്കായ്മുക്ക് സ്വദേശി മുദസീർ എന്നിവരെയാണ് ചന്ദേര പോലീസ് പിടികൂടിയത്. പ്രശസ്ത വാദ്യകലാകാരൻ മടിയൻ രഞ്ജുമാരാർ വിടവാങ്ങി. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. പുഴയിലെ ഉപ്പുവെള്ളം വീട്ടുപറമ്പിലെത്തി ആഴ്ചകളായി കെട്ടിക്കിടക്കുന്നതിന്റെ ദുരിതം പേറി നീലേശ്വരം നഗരസഭയിലെ തീരദേശ ഗ്രാമങ്ങൾ. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. നാടിന്റെ സമഗ്ര വികസനമാണ് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. കാഞ്ഞങ്ങാട് മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ പ്രൈമറി സ്കൂൾ കുട്ടികളുടെ വർണ്ണക്കുടാരത്തിന്റെ ഉദ്ഘാടനം നടന്നു. അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് 13, 14 തീയതികളിലായി നടക്കും. നോട്ടീസ് പുറത്തിറക്കി. കേളോത്ത് എക്കാൽ തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം സമാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.